അപ്പൊ ഇന്നിപ്പോ നമ്മൾ എന്താ പറയണെന്ന് വെച്ചാല് ഇന്ന് നമ്മൾ ഒരു പഴയ കുറച്ച് ഓർമ്മകളാണ്. അതാണ് ഇപ്പൊ ഞങ്ങളെ തറവാട് വീട്ടിലെ, അതായത് പന്തലൂരാണ് ഞങ്ങളെ തറവാട് വീട്. ഇപ്പോൾ മഞ്ചേരിക്ക് അടുത്തുള്ള പന്തലൂര്. അപ്പോൾ പന്തലൂര് ഉള്ള ആ ഒരു ഞങ്ങളെ പഴയ തറവാട് വീട്ടിലുള്ള ആ ഒരു അന്നത്തെ ഒരു കുറച്ച് ഓർമ്മകൾ, പ്രത്യേകിച്ച് നമ്മൾ അന്നത്തെ ആ ഒരു അടുക്കളയിലെ ഓർമ്മകൾ, അടുക്കള വിശേഷങ്ങൾ, അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അമ്മ ആ വിശേഷങ്ങൾ, പണ്ടത്തെ ഓർമ്മകളൊക്കെ നമ്മളോട് പറയാൻ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്നിങ്ങനെ ഇരുന്നപ്പോൾ അതാണ് കുറച്ച് പഴയ ഓർമ്മകളൊക്കെ ഇടയ്ക്ക് അതിൻ്റെ സാണല്ലോ. അപ്പോൾ ഒക്കെ പഴയ നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വെച്ചാൽ അന്നത്തെ ആ ഒരു പഴയ കാലത്ത് ഏകദേശം ഇപ്പോൾ നമ്മൾ കുറച്ച് നല്ല വർഷം പുറകിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 1965 67 ആ ഒരു സമയത്തെ ആണ് ഇപ്പം അമ്മ ഓർത്തെടുക്കുന്നത്, ആ ഒരു കാലത്തെ ഓർമ്മകൾ. അപ്പം എന്താ വെച്ചാൽ അന്നത്തെ ഇപ്പോൾ ആ ഒരു പഴയ രീതിയിലുള്ള അടുക്കളകൾ, പഴയ സമ്പ്രദായങ്ങൾ, കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ഏതായാലും നമ്മൾ അവിടെ നിന്ന് തുടങ്ങി. ഏകദേശം ഒരു രാവിലെ ആ ഒരു അന്ന് നേരം ആ ഒരു പുലർന്നു വരുന്ന ആ ഒരു സമയം മുതൽക്ക് വൈകുന്നേരം വരെ അന്ന് ഏകദേശം ഒക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം ഏതായാലും നമുക്ക് അത് തുടങ്ങാം. പണ്ടൊക്കെ ഞങ്ങൾ 4:30 നീക്കും. രാവിലെ 4:30 രാവിലെ 4:30 നീക്കും. അത് 5 മണിയായ അമ്പലത്തുനിന്ന് പാട്ട് വെക്കും. അപ്പം പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയി വന്നിട്ടേ ഉള്ളൂ ചായയും പലഹാരമൊക്കെ കഴിക്കല്. അന്ന് അവിടുത്തെ 5-ാം പര ഓലയായിരുന്നു, ഓലപ്പേരയായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് വെപ്പൊക്കെ. അടുക്കളയാണ് 5-ാം പര. അന്നൊക്കെ രാവിലേക്ക് വേണ്ടത് വൈകുന്നേരം ആകുമ്പോൾ അരച്ച് വെക്കും. തലേ ദിവസം അല്ലേ? തലേ ദിവസം. അതൊക്കെ കാര്യപ്പെട്ട അരിപ്പലഹാരം തന്നെയാണ്. ഇഡ്ഡലി, ദോശ അതൊക്കെ തന്നെ ഉണ്ടാക്കുക. ആട്ടുകല്ലിലാണ് ആട്ടുക. ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള അരി ഉഴുന്നൊക്കെ ആട്ടുകല്ലിലാണ് ആട്ടുക. അത് തലേ ദിവസം അരക്കലിന് വലിയൊരു പണിയല്ലേ? ആ തലേ ദിവസം ആട്ടി വെക്കും. നേരത്തെ വരിയിലും ഇതൊന്നുമില്ല, മിക്സി ഒന്നും അല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. അതന്നെ നല്ലൊരു പണിയായിരുന്നു അല്ലേ? മിക്സിയൊക്കെ പിന്നെ ഉണ്ടായി. അത് നല്ലൊരു പണിയാണ്. ഒക്കെ അല്ലേ എളുപ്പം. കൂട്ടാനിലേക്ക് അരക്കാനൊക്കെ അമ്മീമരുമാണ്. പിന്നൊക്കെ അത് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടേ ചൂടുള്ളൂ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അടുപ്പിൽ വിറക് കത്തിക്കലാണ്. അന്നൊക്കെ വിറകാണ്, ഗ്യാസൊന്നുമില്ല. അത് കത്തിപ്പിടിച്ച് വരാൻ നല്ല പാടല്ലേ? അത് കത്തിപ്പിടിച്ച് വരാനും നല്ല പാടാണ്. ഇടയ്ക്കിടയ്ക്ക് ഓടക്കുഴൽ വെച്ച് ഊതും വേണം. ഇപ്പം അതൊന്നും വേണ്ടല്ലോ. അപ്പോഴൊക്കെയാണ് സുഖം. അന്നൊക്കെ കുട്ടികള് പിന്നെ നീപ്പിച്ച് സ്കൂളിൽ പോണ കുട്ടികളാണ്. അവരൊക്കെ പോയി കുളിച്ച് വരുമ്പോഴൊക്കെ ഒക്കെ ആവണ്ടേ ചായപലഹാരങ്ങള്. ഈ വിറക് കത്തിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. രാവിലത്തെ ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ചോറും കൂട്ടാൻ്റെയും പണി തുടങ്ങാനായി. പച്ചക്കറിയൊക്കെ പിന്നെ കൂട്ടാൻ വയ്ക്കാനുള്ളതൊക്കെ പറമ്പിൽ തന്നെ കിട്ടും. ഓരോന്നൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കൊണ്ടൊക്കെ പറമ്പിൽ തന്നെ ഉണ്ടാവും. ആ പറമ്പിൽ ചക്ക, മാങ്ങ, പുളി എല്ലാ സാധനങ്ങളും ഉണ്ട്, മരങ്ങളും ഉണ്ട്. കൃഷി ചെയ്തുണ്ടാക്കുകയും ചെയ്തിരുന്നില്ല? കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. ചെറിയ ചെറിയ കൃഷി നമ്മുടെ ആവശ്യത്തിന്. നമ്മുടെ ആവശ്യത്തിന് കൃഷി ചെയ്തുണ്ടാക്കുകയും ചെയ്യും. വെണ്ട, വഴുതന, മത്തൻ ഒക്കെ അവിടെ തന്നെ കുഴിച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. അന്നൊക്കെ വെള്ളം കോരി നനയ്ക്കണം. ഇന്നത്തെ അരി പൈപ്പൊന്നുമില്ല. ഒക്കെ വെള്ളം കോരി നനച്ചു ഒക്കെ വെള്ളം കോരി നനയ്ക്കും. തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ 12 മണിയാകുമ്പോഴേക്ക് ഉച്ചക്കത്തെ ഊണാവും. പകലിടുന്ന നേരമാകൊണ്ട് ഞങ്ങളുടെ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ വീട്ടില്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകും. ഊണ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നേരത്തെ മാതിരി ഉച്ചയ്ക്കുള്ള ഉറക്കമൊന്നുമില്ല. റേഡിയോയിലൊക്കെ വല്ല നല്ല പാട്ടും എല്ലാം ഉണ്ടാവും. 1 മണിക്ക് പല ചലച്ചിത്ര ഗാനം, അങ്ങനെ പല. പിന്നെ 3 മണിക്ക് ഒരു ചായയും പലഹാരം ഒക്കെ ഉണ്ട്. അത് നിർബന്ധമാണ്. ഏതാ പിന്നെ വല്ല ഊര് കൊടുത്തതോ പിന്നെ കൊഴുക്കട്ട എന്ന് പറയുന്ന സാധനം അന്നാ ഉണ്ടാക്കല്. കൊഴുക്കട്ട ഉണ്ടല്ലേ? കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കും. അത് പിന്നെ ഉരുള ഉരുട്ടിയിട്ട് തളച്ച വെള്ളത്തിലിടുകയാണ്. എന്നിട്ട് മുറിച്ച് വറുത്തിടുകയാണ്. പിന്നെ ഒന്ന് വറുത്തിടും. അത് മുറിക്കണം. അത് നല്ല ടേസ്റ്റ് അല്ലേ? അത് തന്ന് പിന്നെ ഒരു 4 മണിയായ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നാൽ അവർക്ക് ചായയും പലഹാരമൊക്കെ ഒരുക്ക് വേണം. പിന്നെ ഒരു തിരക്കും പടയൊക്കെ ആയി. സന്ധ്യക്ക് പിന്നെ വിളക്ക് വെച്ച് കാട്ടല്, നാമം ചെല്ലല്. അന്നൊക്കെ കുട്ടികൾ മടങ്ങാണ്ട് നാമം ചെല്ലും. TV ഒന്നുമില്ല. TV ഒക്കെ അപ്പോഴല്ല ഉണ്ടായത്. അപ്പൊ അന്ന് വൈകുന്നേരം ഇപ്പൊ എങ്ങനെയാണ്? രാത്രി വർത്താനം പറഞ്ഞിരിക്കും. രാത്രി വർത്താനം പറഞ്ഞിന്ന് വേഗം കിടക്കും. ശരി. നേരത്തെ കിടക്കൂലേ? നേരത്തെ കിടക്കും. എന്നാ അതല്ലല്ലോ. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കും. നേരത്തെ എണീക്കും.
രാത്രി മിക്കവാറും രാത്രി കഞ്ഞിയാണ്. തന്നെയുള്ളൂ രാത്രിക്ക് വെറും ചമ്മന്തിയോ വല്ല പപ്പടം കാച്ചിയതൊക്കെ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. വല്ല ഉപ്പേരിയൊക്കെ എന്തെങ്കിലും ഉച്ചക്കലത്ത് ഉണ്ടാവും, അത് വൈകുന്നേരം കൂട്ടും, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ചക്കക്കാലത്ത് ചക്ക ഉണ്ടാവും. ചൂട് കാലത്ത് വീശറിയും ഉണ്ടാവും. ചിലര് പാടയോട്ട് വീശറി ഉണ്ടാക്കി വീശും. ഫാൻ ഇല്ലല്ലോ അല്ലേ? ഫാനില്ല. ഫാനില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് വീശണം. അതുകൊണ്ട് വീശും. വീശറി ഉണ്ടാവും. വീശറിന്റെ പുറമെ പാള വീശറി ഉണ്ടല്ലേ? അടുക്കളയിലെ കാര്യപ്പെട്ടിട്ട് ഉറിയാണ്, മേപ്പോട്ട് കെട്ടി തൂക്കണം. അതിലാണ് പാത്രമൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടായ മീനൊക്കെ ഉണ്ടാകുമ്പോ അതിലാണ് വെക്കുക. ഓ ഉറിയില്ലേ? ഉറി. അന്ന് ഉറിയൊന്നും മാട്ടണ്ട, ഇന്നൊന്നുമില്ല. അരി ഇടിക്കാൻ കല്ലാറിലാണ്, മരത്തിന്റെ ഒരിലുണ്ട്. മരത്തിന്റെ പാത്തി കഞ്ഞിവെള്ളം അതിലാണ് അരി വാർക്കുക, മരത്തിന്റെ പാത്തിയില്. കറണ്ട് വരുന്നതിന്റെ മുമ്പേ മണ്ണെണ്ണ വിളക്കുന്നതിന്റെ റാന്തലൊക്കെയാണ് കത്തിക്കുക. പുറത്തേക്ക് പോണ ആണുങ്ങൾ ഓല ചൂട്ട് കൊണ്ടാ പോവുക. ചൂട്ടും ടോർച്ചല്ല. ടോർച്ചല്ല. കൊറേ മുമ്പ്. ഇപ്പൊ ഒക്കെ പിന്നെ ടോർച്ച് ഉണ്ടാവും. ഇതിന്റെ ആവശ്യം ഇല്ല ഇപ്പൊ. ഇങ്ങനെയൊക്കെയാണ് നമ്മള് പഴയ ആ ഒരു കാലത്തെ നമ്മളൊരു ഓർമ്മകള്. പിന്നെ എന്താ വെച്ചാല് ഞങ്ങളെ വീട് പന്തലൂര്. അപ്പൊ പന്തലൂര് ഞങ്ങളെ തറവാട് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പന്തലൂർ ഭഗവതി ക്ഷേത്രം. വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. അപ്പൊ എന്താ വെച്ചാല് ഞങ്ങള് കുട്ടിക്കാലത്തെ അങ്ങനത്തെ അമ്പലത്തിൽ ചിലപ്പോ ഞങ്ങളും ആ ഒരു കുട്ടിക്കാലത്ത് രാവിലെ അതാണ് ഇപ്പൊ അമ്മ പറഞ്ഞത്, ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് ഇപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. അപ്പൊ എന്താ വെച്ചാല് രാവിലെ അമ്പലക്കുളത്തില്, വലിയ കുളമാണ് അമ്പലക്കുളം. ആ അമ്പലക്കുളത്തിലെ കുളിച്ച് അന്ന് തന്നെ ചെറുപ്പത്തിൽ തന്നെ നീന്താനൊക്കെ പഠിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ. അപ്പൊ എന്ന് വെച്ചാൽ അത്രയും വലിയ കുളമാണ്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുത് വന്ന് എന്നിട്ട് പിന്നെയാണ് സ്കൂളിൽ പോകും കാര്യങ്ങളൊക്കെ. ഒരു 9 മണിയൊക്കെ ആവുമല്ലോ സ്കൂളിൽ പോകാനൊക്കെ. ഇത് പിന്നെ നേരത്തെ തന്നെയൊക്കെ എണീറ്റ് കുളിയും കഴിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ വൈകിട്ടും അങ്ങനെ തന്നെയാണ്. വൈകിട്ട് ഞങ്ങൾക്ക് ചില അമ്പലത്തിൽ ദീപാരാധന തൊഴില്, അത് കഴിഞ്ഞ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ അന്ന് ഒരു LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഓർമ്മയുണ്ട് എനിക്ക്, രാത്രി അത്താഴപൂജ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക. അതിന് അത്രയും അടുത്താണ്. അപ്പൊ അന്ന് അങ്ങനെ ഒരു ഇത് പക്ഷെ അപ്പോൾ നമ്മള് ക്ഷേത്രത്തിന്റെ അതുപോലെ നമ്മളെ തറവാട് വീടിന്റെ 2 വീഡിയോയും നമ്മളിവിടെ വിശദമായ വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ നമ്മൾ മുകളിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ലിങ്ക് പിന്നെ എൻഡ് സ്ക്രീനിലും കാണാം. ഇന്നിപ്പോ നമ്മൾ വീഡിയോ അവസാനിക്കുമ്പോൾ ആ എൻഡ് സ്ക്രീനിൽ 2 വീഡിയോകൾ വരുന്നത് ഈ തറവാട് വീടിന്റെ അമ്പലത്തിന്റെയാണ്. അപ്പൊ അതൊക്കെ വിശദമായ, അപ്പൊ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഞങ്ങളെ ആ ഒരു വീടിന്റെ ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അന്നത്തെ ഓർമ്മകളും കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ വെച്ചാൽ നമ്മളിപ്പോ ഇതാണ് ഇങ്ങനെ ആ ഒരു പഴയ കാലത്തേക്ക് ഇങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒരു കുട്ടികളാവുന്ന കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു. അവിടെ ആ ഒരു ഞങ്ങളെ തറവാട് വീട്ടിലെ നല്ല രസം വന്ന് ആ ഒരു അടുക്കളയും കാര്യങ്ങളൊക്കെ അന്നത്തെ ഒരു കാലം അങ്ങനെയാണ്. അപ്പോ അതൊക്കെയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഓർത്തെടുത്തത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.